ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ട ബജിയാണ്. അപ്പൊ മുട്ട ബജി നമ്മൾ നാടൻ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. മുട്ട നമുക്ക് പുഴുങ്ങിയൊക്കെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ ഒരു ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമ്മളൊരു ചെറിയ രീതിയിലൊരു വാല്യൂ അഡീഷൻ പോലെ നടത്തി നമ്മൾ അവർക്ക് ഈ മുട്ട ബജി ആക്കി ഒന്ന് കൊടുത്തെന്നാല് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ അവർ ആ മുട്ട കഴിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അമർത്തുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അടിപൊളി മുട്ട ബജിയാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് 1 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ കായം, അതുപോലെ തന്നെ ലേശം ബേക്കിംഗ് പൗഡർ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് എരിവ് ആവശ്യമുള്ളവർക്ക് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പച്ചമുളക്, പിന്നെ നമ്മൾ 4 മുട്ട നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഉപ്പിട്ടെന്നാൽ ഇതിൻ്റെ തോട് പെട്ടെന്ന് പൊളിഞ്ഞു പോരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് മുട്ട വേവിച്ചെടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ബജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കടലമാവ്, നമ്മൾ എത്ര മുട്ട എടുക്കുന്നോ അതിനനുസരിച്ച് മാവ് എടുക്കണം. ഞാനിപ്പോൾ ഒരു 5 സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനൊരു 2 സ്പൂണ് അരിപ്പൊടി, ഒരു 2.5 സ്പൂൺ ഇട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുവാണ്. എരിവിന് കുരുമുളക് പൊടി, ഒരു ലേശം ഒരു കളർ വരാൻ വേണ്ടിയിട്ട് മുളക് പൊടി. നമ്മൾ കായപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണ് മുട്ട ബജിക്ക്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി, ബേക്കിംഗ് പൗഡറും കൂടി നമ്മൾ ഒരു അല്പം ഇടുവാണ്. ഇത്രയാണ് നമ്മുടെ പൊടി ഐറ്റംസ്. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതിനെ മിക്സ് ചെയ്യാം. നമുക്ക് ഒരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ച് അതിൻ്റെ ലൂസാക്കരുത്. അല്പം തിക്കായിട്ടുള്ളൊരു ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല തിക്ക് ബാറ്ററാണ്. ഉണ്ടോ, ഒത്തിരി വെള്ളം ആകരുത്, മുട്ടയിൽ അത് പിടിക്കത്തില്ല. നല്ല തിക്കായിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടോ, 2 ആക്കി നമ്മൾ പൊളന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് വറുക്കുന്നതിന് മുന്നേ ആയിട്ട് ലേശം മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും, ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഒരല്പം മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറമേലോട്ട് ഒരല്പം കുരുമുളക് പൊടി. ഇതാണ് ഇതിൻ്റെ അകത്തെ ഫില്ലിംഗ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ കുറച്ച്, അധികം ആവണ്ട, അധികമായെന്നാൽ എരിവ് കൂടും. ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ മുക്കി വറുക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള മുളക് നമ്മളിതേ പൊളന്നെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു അല്പം കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പ് മാത്രം ചേർത്താലും മതി. ചേർത്ത് നമ്മൾ ഇതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് ഇങ്ങനെ ലേശം ഉപ്പും കൂടി ചേർത്ത് നല്ല ടേസ്റ്റാണ് അത് എണ്ണയിൽ മൊരിഞ്ഞു വരുമ്പോഴേക്കും. ഈ മുളക് വെച്ചും എരിവ് വേണ്ടവർക്ക് ബജി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ എല്ലാ മുളകിലും കുരുമുളകും ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ മുട്ട നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കി എടുത്തിട്ട് എണ്ണയിലോട്ട് ഇടുവാണ്. ഇതുപോലെ മുക്കി ഒന്ന് എണ്ണയിലോട്ട് ഇടാം.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ തട്ടുകടയിലെല്ലാം നമുക്ക് കിട്ടുന്ന മുട്ട ബജിയാണ്. മുളക് ബജിയുടെ കൂടെ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കത്തില്ലേ, അത് അവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് എല്ലാ മുട്ടയും ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബജ്ജി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബജ്ജിയാണ്. മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക്, ചിലർക്ക് കുട്ടികൾക്ക് ഈ മുട്ട ഇഷ്ടപ്പെടത്തില്ല പച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊന്നൊരു ബജ്ജിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ നമ്മുടെ ബജ്ജി നന്നായിട്ട് മൂട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇതേ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? സോസും കൂട്ടി കഴിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിതേ മുളക് വറുക്കാൻ പോകുക ഇതിന്റെ കൂടെ കഴിക്കാനുള്ള. മുളക് നമ്മൾ ഇടുവാണ്. അതേ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഇപ്പം ബജിക്ക് എരിവ് പോരാന്നുണ്ടെങ്കിൽ ദേ കണ്ടോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ മുളകും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ മുട്ട ബജിയും ഈ മുളകും കൂടി തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.